Hello riders, welcome back to my channel. ഞാൻ anjusishoy. എല്ലാവരും സുഖമായിട്ടും സേഫ് ആയിട്ട് ഇരിക്കണമെന്ന് വിചാരിക്കുന്നു. ഞാനും സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്. നിങ്ങൾ എല്ലാവരും ഇത് സ്കിപ്പ് ചെയ്യാണ്ട് കാണുകയും വേണം. കാരണം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഡ്രൈവിംഗിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഹാഫ് ക്ലച്ച്. ഹാഫ് ക്ലച്ച് എപ്പോൾ ഉപയോഗിക്കണം, എവിടെ ഉപയോഗിക്കണം, എങ്ങനെ ഉപയോഗിക്കണം, അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ ബിഗിനേഴ്സിന് വേണ്ടിയാണ് കൂടുതലും ഈ വീഡിയോ ഞാൻ ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ വണ്ടി ഓടിച്ച് ഒരുവിധ ആയ ആൾക്കാർക്കും ഹാഫ് ക്ലച്ചിനെ കുറിച്ച് പേടി, ഹാഫ് ക്ലച്ചിൽ എന്താ ചെയ്യേണ്ടതെന്നുള്ള സംശയങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിനൊക്കെ വേണ്ടിയായിരിക്കും ഇന്നത്തെ വീഡിയോ. അപ്പൊ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കണ്ട, നേരെ വീഡിയോയിലേക്ക് പോകാം. ഹാഫ് ക്ലച്ചിനെ കുറിച്ച് പറയുന്നതിന് മുന്നേ നമുക്ക് ക്ലച്ചിനെ കുറിച്ച്, ക്ലച്ച് ചവിട്ടുമ്പോൾ എന്താ സംഭവിക്കണേന്ന് അറിയണ്ടേ. നമ്മളൊരു വാഹനം ഓടിക്കുമ്പോൾ ബിഗിനേഴ്സിനൊക്കെ ക്ലച്ചും ബ്രേക്കും എന്നൊക്കെ പറഞ്ഞ് തന്നെ ആകെ കൺഫ്യൂഷൻ ആയിരിക്കും. എന്നാലും അവർ മനസ്സിലാക്കണം നമ്മൾ ഈ ക്ലച്ച് പെഡലൊക്കെ ചവിട്ടുമ്പോൾ എന്താ സംഭവിക്കണേന്ന്. അപ്പൊ അതൊക്കെ നമ്മൾ കുറച്ചും കൂടി മനസ്സിലായാൽ നമ്മുടെ ഡ്രൈവിംഗ് കുറച്ചും കൂടി പെർഫെക്റ്റ് ആവും. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ക്ലച്ച്, നമ്മളൊരു വണ്ടി മൂവ് ചെയ്യുമ്പോൾ നമ്മൾ ക്ലച്ചിന്റെ പെഡൽ റിലീസ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് നമ്മുടെ ക്ലച്ച് എഞ്ചിനുമായി എൻഗേജ്ഡ് ആയി എഞ്ചിനിൽ നിന്നുള്ള ഒരു പവർ നമ്മുടെ വീലിലോട്ട് വന്ന് വീല് റൊട്ടേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. നമ്മൾ ഫുള്ളായിട്ട് ക്ലച്ച് പ്രസ് ചെയ്യുമ്പോൾ എന്താന്ന് വെച്ചാൽ നമുക്ക് എഞ്ചിനിൽ നിന്നുള്ള യാതൊരു പവറും നമുക്ക് വീലിലോട്ട് കിട്ടില്ല, വീല് റൊട്ടേറ്റ് ചെയ്യില്ല. ഇപ്പൊ നമുക്ക് അതിനൊരു ഉദാഹരണം പറയാം. നമ്മൾ ഒരു വണ്ടിയിൽ പോയോണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ നമ്മൾ ക്ലച്ച് ഫുള്ളായിട്ട് പ്രസ് ചെയ്ത്, ക്ലച്ച് പെഡൽ ഫുള്ളായിട്ട് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുകയാണെങ്കിൽ ആ വണ്ടിക്ക് സ്പീഡൊന്നും കൂടില്ല, ആ വണ്ടി നിൽക്കാനേ പോവുള്ളൂ. അതായത് നമ്മൾ ഫുൾ ആക്സിലേറ്റർ കൊടുത്താൽ അതിന്റെ വീലിലോട്ട് പവർ ഒന്നും ട്രാൻസ്ഫർ ചെയ്ത് വരില്ല. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കും. അപ്പൊ ഇനി ഞാൻ പറയാൻ പോകുന്നത് ഹാഫ് ക്ലച്ച് ആണ്. ഹാഫ് ക്ലച്ചിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു മിഥ്യാധാരണയുണ്ട്. അതായത് വണ്ടിയുടെ ക്ലച്ച് പെഡല് 50% ചവിട്ടി വെക്കണത്, പ്രസ് ചെയ്യണേനാണ് ഹാഫ് ക്ലച്ച് എന്ന് പറയുന്നത്. കയറ്റത്തിലൊക്കെ നിർത്തുമ്പോൾ ഒരു 50% ചവിട്ടിയാൽ മതി. അത് തികച്ചും തെറ്റാണ്. അതായത് നമ്മുടെ വണ്ടി ഏത് വണ്ടിയാണ്, അതേപോലെ ആ ഒരു കയറ്റത്തിന്റെ സ്ലോപ്പൊക്കെ അനുസരിച്ച് ഹാഫ് ക്ലച്ച് വേരി ചെയ്തുകൊണ്ടിരിക്കും. അത് തികച്ചും തെറ്റാണ്. ഹാഫ് ക്ലച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്ലച്ച് ഫുള്ളി എൻഗേജ്ഡ് അല്ല, പക്ഷെ ഒരു പവർ എഞ്ചിനിൽ നിന്ന് വീലിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. ആ പവർ നമ്മുടെ വണ്ടിയിൽ നിന്ന് നമ്മൾ ബ്രേക്കിൽ നിന്ന് കാലെടുത്താലും വണ്ടിക്ക് ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്യാനുള്ള ഒരു പവർ ഉണ്ട്. അതിനെയാണ് ഹാഫ് ക്ലച്ച് എന്ന് പറയുന്നത്. ഒന്നും കൂടി പറഞ്ഞുതരാം. നമ്മുടെ ഒരു വണ്ടിയിൽ നിന്ന് ബ്രേക്കിൽ നിന്ന് കാല് നമ്മൾ എടുത്തേണ ഒരു സാഹചര്യമാണെങ്കിൽ ക്ലച്ച് ഫുള്ളി എൻഗേജ്ഡ് ആയിരിക്കില്ല, ബട്ട് നമ്മുടെ വാഹനം നമുക്ക് ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്യാൻ പറ്റും. അതിനെയാണ് ഹാഫ് ക്ലച്ച് എന്ന് പറയുന്നത്. ഇനി ഹാഫ് ക്ലച്ച് എവിടെയാണ് ഉപയോഗിക്കണേന്ന് പറയാം. ഒരു 3 സ്ഥലങ്ങളിലാണ് കൂടുതലായിട്ട് നമ്മൾ ഹാഫ് ക്ലച്ച് ഉപയോഗിക്കുന്നത്. ഒരു സ്ഥലം നിങ്ങൾക്കൊക്കെ അറിയാം, അതായത് ഒരു സ്ലോപ്പിൽ, ഒരു കയറ്റത്തിൽ നമ്മുടെ വണ്ടി നിർത്തിയിട്ടേക്കുമ്പോൾ അവിടുന്ന് നമ്മൾ വണ്ടി എടുക്കുമ്പോൾ ഉറപ്പായിട്ടും വണ്ടി ബാക്കിലോട്ട് പോകും. അപ്പൊ അങ്ങനെ ബാക്കിലോട്ട് പോരാതെ നമുക്ക് ഫ്രണ്ടിലോട്ട് എടുക്കണമെങ്കിൽ നമ്മൾ ഈ ഹാഫ് ക്ലച്ച് യൂസ് ചെയ്യും. അതാണ് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന സ്ഥലം. രണ്ടാമത്തെ സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ട്രാഫിക് ജാമിലൊക്കെ കിടക്കുമ്പോൾ കുറച്ചു നേരം കഴിയുമ്പോൾ ബ്രേക്കൊക്കെ ചവിട്ടി നമുക്ക് കാല് വേദന എടുക്കും. അപ്പോഴും എല്ലാവരും ഹാഫ് ക്ലച്ചിൽ നമുക്ക് ഒരു പെഡൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ മതിയല്ലോ, ഒരു കാല് റിലീസ് ചെയ്യാം. അങ്ങനെ ഹാഫ് ക്ലച്ചിൽ നമ്മൾ എല്ലാവരും വണ്ടി എടുക്കാറുണ്ട്. അങ്ങനെയാണ് രണ്ടാമത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞ ഒരു കയറ്റം, ഒരു വലിയൊരു കയറ്റം നമ്മൾ കയറുമ്പോൾ ഓപ്പോസിറ്റ് ഒരു വലിയ വണ്ടി വരുന്നു, റോഡ് ഇടുങ്ങിയതാവാം, അല്ലെങ്കിൽ നിറച്ച് കട്ടറുള്ള കയറ്റത്തിൽ തന്നെ നല്ല കട്ടറുള്ള സ്ഥലങ്ങൾ വരാം, അല്ലെങ്കിൽ ഒരു ഇടുങ്ങിയ റോഡില് ഫ്രണ്ടിൽ പെട്ടെന്ന് ഒരു വണ്ടി ബ്രേക്ക് ഇടാം, കയറ്റം കയറുമ്പോൾ ബ്രേക്ക് ഇടാം. അങ്ങനെയൊക്കെ ഉള്ള സാഹചര്യത്തിൽ നമ്മുടെ വണ്ടി നിർത്തണില്ല നമ്മള്, പക്ഷെ നമുക്ക് പയ്യെ മൂവ് ചെയ്യേണ്ടി വരും. കട്ടയിലൊക്കെ കയറി ഇറക്കണമെങ്കിൽ പയ്യെ മൂവ് ചെയ്യേണ്ടി വരും, വണ്ടിക്ക് സൈഡൊക്കെ കൊടുക്കാൻ വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ അതൊരു വലിയ കയറ്റാണെങ്കിൽ നമ്മുടെ വണ്ടി ബാക്കിലോട്ട് പോവാതിരിക്കാൻ നമുക്ക് ചിലപ്പോൾ അവിടെ ആക്സിലേറ്റർ കൊടുക്കേണ്ടി വരും. അപ്പൊ ബ്രേക്കിൽ കാല് വെക്കാണ്ടിരിക്കാൻ നമ്മൾക്ക് പറ്റണം. ഇനി നമുക്ക് ഹാഫ് ക്ലച്ച് എങ്ങനെയാണ് യൂസ് ചെയ്യണതെന്ന് കാണാം. ഒരു സ്ലോപ്പിലാണ് ഞാൻ നിർത്തിയിട്ടാണ് ഗേറ്റിന്റെ അവിടുത്തെ ഇപ്പൊ ഞാൻ ഫുള്ളും ബ്രേക്കിലാണ് വണ്ടി നിർത്തിയത്. ബ്രേക്കിൽ നിന്ന് കാലെടുത്തിട്ടുണ്ടെങ്കിൽ കണ്ടോ വണ്ടി ബാക്കിലോട്ട് മൂവ് ആയിക്കൊണ്ടിരിക്കുന്നു. ബാക്കിലോട്ടാണ് സ്ലോപ്പ്, ബാക്കിലോട്ട് മൂവ് ആയിക്കൊണ്ടിരിക്കുന്നു. ഇനി ഹാഫ് ക്ലച്ചിൽ നമ്മൾ വണ്ടി നിർത്താൻ വേണ്ടി ആദ്യം തന്നെ ഞാൻ ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി പിടിക്കാണ്. ഫസ്റ്റ് ഗിയറിലോട്ട് വണ്ടി ഇടാണ്. ഇനി ഞാൻ ക്ലച്ച് പയ്യെ റിലീസ് ചെയ്യാണ്.
അതിന്റെ കൂടെ ബ്രേക്കിൽ നിന്ന് കാലെടുക്കാണ്. ഈ ഒരു പോർഷനിൽ വന്നപ്പോ എന്റെ വണ്ടി അനങ്ങണില്ല. അതായത് ബ്രേക്കിൽ നിന്ന് എന്റെ കാല് ഫുള്ളും ഞാൻ റിമൂവ് ചെയ്തു. പക്ഷെ വണ്ടി ഇത്രയും സ്ലോപ്പിലാണെങ്കിലും വണ്ടി മൂവ് ചെയ്യണില്ല. ഈ ഒരു എന്താ പറയുക, ക്ലച്ച് ഇത്രയും റിലീസ് ചെയ്ത് നിൽക്കണേനെയാണ് പറയാ ഹാഫ് ക്ലച്ച്. ഇനി ഈ വണ്ടി കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ചും കൂടി ക്ലച്ച് റിലീസ് ചെയ്യുമ്പോൾ വണ്ടി ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പൊ നമുക്ക് ഇപ്പൊ ഒരു ബ്രേക്കിന്റെ സപ്പോർട്ട് ഇല്ലാതെ നമ്മുടെ വണ്ടി മൂവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഹാഫ് ക്ലച്ച് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇപ്പൊ തുടക്കക്കാർക്ക് ഹാഫ് ക്ലച്ചിൽ നിർത്താൻ ചെറിയൊരു ബുദ്ധിമുട്ടായിരിക്കും വണ്ടി മൂവ് ചെയ്യാണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഫസ്റ്റ് ഗിയറിൽ ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് ക്ലച്ച് എടുത്ത് നോക്കിയിട്ട് ബ്രേക്കിൽ നിന്ന് കാലെടുക്കാം. അപ്പൊ ഇപ്പോഴും വണ്ടി ബാക്കിലോട്ട് പോകണം. പിന്നെയും നിങ്ങൾ കുറച്ചുകൂടി കാല് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്തിട്ട് പിന്നെയും പയ്യെ ബ്രേക്കിൽ നിന്ന് എടുത്തു നോക്കാം. അപ്പോഴും വണ്ടി ബാക്കിലോട്ട് പോകണം. പിന്നെ അങ്ങനെ ചെയ്യാം, കുറച്ചുകൂടി റിലീസ് ചെയ്തിട്ട് ബ്രേക്കിൽ നിന്ന് കാലെടുക്കാം. അങ്ങനെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾ ഈ ഒരു പോർഷനിൽ എത്തുമ്പോഴാണ് നമ്മുടെ വണ്ടി മൂവ് ചെയ്യാണ്ട് നിൽക്കുന്നത്. ഇനി കുറച്ചുകൂടി റിലീസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ വണ്ടി ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്തോളും. ആവശ്യം കൂടി നിങ്ങൾ കാട്ടിത്തരാം. നമ്മുടെ വണ്ടി ഒരുവിധം നല്ല ഇറക്കത്തിലാണ് നിൽക്കുന്നത്. അപ്പൊ ഞാൻ ഫസ്റ്റ് ഗിയറിലാണ് നമ്മുടെ വണ്ടി കിടക്കണത്. നിങ്ങൾ തുടക്കക്കാർ ചെയ്യേണ്ടത് കുറച്ച് ക്ലച്ച് റിലീസ് ചെയ്തിട്ട് വണ്ടിയുടെ ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് വെക്കുക. അപ്പൊ വണ്ടി മൂവ് ചെയ്യണ്ടെങ്കിൽ വീണ്ടും ബ്രേക്ക് ചവിട്ടിയിട്ട് കുറച്ചുകൂടി കാല് റിലീസ് ചെയ്യാം, ബ്രേക്കിൽ നിന്ന് കാലെടുക്കുക. അപ്പോഴും വണ്ടി നമ്മുടെ മൂവ് ചെയ്യുന്നുണ്ട്. വീണ്ടും കുറച്ചുകൂടി ക്ലച്ച് റിലീസ് ചെയ്തിട്ട് ബ്രേക്കിൽ നിന്ന് കാലെടുക്കുക. അപ്പോഴും വണ്ടി നമ്മുടെ മൂവ് ചെയ്യണ്ടെങ്കിൽ വീണ്ടും കുറച്ചുകൂടി ക്ലച്ച് റിലീസ് ചെയ്തിട്ട് ബ്രേക്കിൽ നിന്ന് കാലെടുക്കുക. ആ ഒരു കൺട്രോൾ നമുക്ക് അറിയാൻ പറ്റും. എന്തോരം ക്ലച്ചിൽ നിൽക്കുമ്പോഴാണ് നമ്മുടെ വണ്ടി മൂവ് ചെയ്യാണ്ടിരിക്കണേ. നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ വണ്ടി മൂവ് ചെയ്യാണ്ടാക്കണം. അപ്പോഴാണ് നമ്മുടെ വണ്ടി ഒരു ഹാഫ് ക്ലച്ചിൽ നിൽക്കുക. ഇനി കുറച്ചും കൂടി നമ്മൾ റിലീസ് ചെയ്യുമ്പോൾ വണ്ടി മൂവ് ചെയ്യും. ഒരു പ്രാവശ്യം കൂടി ഞാൻ കാണിച്ചു തരാണ്. ഇപ്പൊ തുടക്കക്കാർക്കുള്ളത് ഞാൻ കാട്ടി. കുറച്ചും കൂടി എക്സ്പേർട്ട് ആയി കഴിയുമ്പോൾ നമുക്ക് വണ്ടി എനിക്ക് ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്യണം. ഒരു തരിമ്പ് പോലും നമ്മൾ ബാക്കിലോട്ട് വണ്ടി പോവാതെ ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്യണം. അതായത് വണ്ടി ഒരു സ്ലോപ്പിലാണെങ്കിൽ ഞാൻ ചെയ്യണത് ഇപ്പൊ ബ്രേക്കിലും ക്ലച്ചിലും കൂടിയാണ് കാല്. അപ്പൊ നമുക്ക് ആക്സിലറേറ്ററും കൂടി ചവിട്ടേണ്ടി വരാണ്. അതിനു വേണ്ടിയാണ് ഈ ഹാഫ് ക്ലച്ചിൽ നിർത്തേണ്ടത്. ഒരു വലിയൊരു സ്ലോപ്പിലാണെങ്കിൽ നമുക്ക് ബ്രേക്ക് ചവിട്ടിയോണ്ട് നിന്ന് വണ്ടി എടുക്കാൻ പറ്റില്ല. കാരണം ബ്രേക്ക് വണ്ടി മൂവ് ചെയ്യണമെങ്കിൽ സ്ലോപ്പിലോ ആണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് ആക്സിലറേറ്ററും ചവിട്ടണം. ആക്സിലറേറ്ററും ചവിട്ടണമെങ്കിൽ നമ്മുടെ വലത്തെ കാല് റിലീസ് ചെയ്തിട്ട് മാത്രമാണ് നമുക്ക് ആക്സിലറേറ്ററും ചവിട്ടാൻ പറ്റുള്ളൂ. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യണ്ടേ, നമ്മുടെ വലത്തെ കാല് റിലീസ് ചെയ്യണമെങ്കിൽ വണ്ടി മൂവ് ആവാണ്ടിരിക്കണം. ഒരു ഇറക്കത്താണെങ്കിൽ നമ്മുടെ വണ്ടി ഇറങ്ങി പോയോണ്ടിരിക്കും. അപ്പൊ ആ വണ്ടി ഇറങ്ങി പോവാതിരിക്കണം. അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ക്ലച്ചിൽ നമ്മുടെ വണ്ടി നിർത്താന്നുള്ളതാണ്. അതാണ് അതിന്റെ ഉപകാരം. അപ്പൊ ക്ലച്ചിൽ നിർത്തി കഴിയുമ്പോൾ നമ്മുടെ വലത്തെ കാല് ഫ്രീ ആവും. അതിൽ നമുക്ക് ആക്സിലേറ്റർ കൊടുത്ത് എത്ര വലിയ കയറ്റാണെങ്കിലും നമുക്ക് പോകാൻ പറ്റും. നിങ്ങളിപ്പോ ഈ വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഈ വീഡിയോയിൽ ഞാൻ പല പ്രാവശ്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ബിഗിനേഴ്സിന് നല്ലപോലെ മനസ്സിലാവാൻ വേണ്ടിയാണ്. ഞാനൊരു ഗിയർ ഷിഫ്റ്റിംഗിന്റെ വീഡിയോ ചെയ്തായിരുന്നു. അതിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ വീട്ടിൽ നിർത്തിയിട്ട വണ്ടിയിൽ ചെയ്ത് പഠിക്കാൻ ഞാൻ പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ നമ്മൾ ഈ ഹാഫ് ക്ലച്ചും നമ്മൾ ചെയ്ത് പഠിക്കണം. കാരണം നമ്മൾ ഒറ്റയടിക്ക് വണ്ടി എടുത്തുകൊണ്ട് പോയി ഒരു കയറ്റത്തിലെത്തി വണ്ടി ഓഫായി പോയി, അല്ലെങ്കിൽ ബ്രേക്ക് ഔട്ടി വണ്ടി ഓഫായി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് പേടിച്ചിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇറക്കത്ത് ഓഫ് ചെയ്ത് ഹാഫ് ക്ലച്ച് അറിയാത്ത ഒരാൾക്കാണെങ്കിൽ ബ്രേക്ക് ചവിട്ടണം, ആക്സിലറേറ്റർ കൊടുക്കണം, എല്ലാം കൊണ്ട് ആവുമ്പോൾ അവരാകെ പേടിച്ച് വലിയൊരു അപകടം അത് വരുത്തി വെക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ വീടിന്റെ അടുത്തുള്ള തിരക്കുള്ള കുറഞ്ഞൊരു കയറ്റം, അല്ലെങ്കിൽ വീടിന്റെ ആ ഗേറ്റിന്റെ അടുത്തു നിന്നൊക്കെ ഇറങ്ങണത് ഒരു കയറ്റം പോലത്തെ സ്ഥലമായിരിക്കും. അവിടെ ചുമ്മാ നിർത്തിയിട്ടിട്ട് ഒന്ന് എടുത്ത് പഠിച്ചാൽ മതി. നമ്മൾ എടുത്ത് പഠിക്കുമ്പോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഗേറ്റിന്റെ അടുത്തൊരു സ്ലോപ്പിൽ, ഞാനിപ്പോ ഈ വീഡിയോയിൽ ഗേറ്റിന്റെ അടുത്തൊരു സ്ലോപ്പിലാണ് കാണിക്കണത്. അപ്പൊ ആ ഒരു സ്ലോപ്പിൽ നമ്മൾ എടുക്കുമ്പോന്ന് വെച്ചാൽ വണ്ടി ഒട്ടും തന്നെ ബാക്കിലോട്ട് വരാതെ ഫ്രണ്ടിലോട്ട് എടുക്കാൻ, അതായത് വണ്ടി തെറിച്ച് പോകരുത്, നോർമലായിട്ട് സ്മൂത്ത് ആയിട്ട് എടുക്കാൻ നിങ്ങൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്യണം. 1-2 പ്രാവശ്യം അല്ലെങ്കിൽ 3-4 പ്രാവശ്യം നമ്മളത് ചെയ്യുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും. ആ ഒരു ടെക്നിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഏതൊരു കയറ്റായാലും നമുക്ക് സുഖമായിട്ട് എടുത്തുകൊണ്ട് പോവാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അതുപോലെ ഡ്രൈവിംഗ് പഠിക്കുന്നവർക്ക് വേണ്ടിയുള്ള സ്റ്റിയറിംഗ് കൺട്രോൾ, ഗിയർ ഷിഫ്റ്റിംഗ് എല്ലാം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ചാനൽ കാണാത്ത ആൾക്കാർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യണം, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോസ് ഒക്കെ ഒന്ന് കാണണം, അഭിപ്രായം പറയണം, കമന്റ് ചെയ്യണം. അപ്പൊ അടുത്തടുത്ത നല്ല വീഡിയോയുമായി ഇനി കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.